അവളൊക്കെ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട, ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണ്? ഹലോ ഗൈസ്, പറഞ്ഞു അന്നോ ഇനി ഞാൻ പറയണ്ടല്ലോ, ഇനി വാവുസ് തന്നെ പറയട്ടെ. ഞാനും ഇതെന്റെ ഇക്കാക്കയുടെ കുട്ടിയാണ്. അപ്പൊ അവക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ നീ ചെയ്തെന്ന് കൊടുക്കുന്നതാണ്. ഞാനിപ്പോ എന്റെ വീട്ടിലാണ് കേട്ടോ. എനിക്കൊരു ആവശ്യത്തിന് വരേണ്ടി വന്നു. അപ്പൊ ആളിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞ് ആൾക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ എന്താണ് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാനൊക്കെ. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാനൊരു പേടിയാണ് ആൾക്ക്. അല്ലേ വാവുസേ? അല്ലെങ്കിൽ ഞാൻ വരുമ്പോ ഉണ്ടാവാറില്ല അല്ലേ വാവുസേ? നീ എവിടെ ആയിരിക്കും ഞാൻ വരുമ്പോൾ? അവള് ഉമ്മിയുടെ വീട്ടിലായിരിക്കും അവള്. അപ്പൊ വെക്കേഷൻ ടൈമിലൊക്കെ അവൾ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാവും അല്ലേടി? അവക്കൊരു അനിയനുണ്ട്. അനിയന്റെ പേരെന്താ അവസ്ഥ? വേഗം പറ. നീ എത്രല്ലോ പഠിക്കണേ? എല്ലാം പറഞ്ഞോ? ഓക്കെ. ഹൗസ് പറഞ്ഞോ. വ്ളോഗ് ചെയ്യാൻ പോവേണ്. എന്തിനെ പറ്റിയ ഹൗസേ പറഞ്ഞോ? അല്ല, അവളാ കൺഫ്യൂഷനിലാട്ടാ. പറഞ്ഞോ നീ ഹൗസേ. നീ എന്നൊരു പാട്ട് പാടും ഹൗസേ. ഹൗസ് പാട്ടൊക്കെ പാടും. നന്നായിട്ട് പാട്ട് നല്ല ആങ്കർ ഒക്കെ ചെയ്യുമല്ലോ ഹൗസേ. നല്ല ആക്റ്റീവ് ആയിട്ടുള്ളതാ. ഹൗസ് നല്ല ഗായികയാണല്ലോ ഹൗസേ. അങ്ങനെ പിന്നെ ഹൗസ് പിന്നെ വേറെ കാലൊക്കെ പറയും ഹൗസേ. നിന്റെ ഹോബീസ് ഒക്കെ പറയും. അങ്ങനെ വാവുസിന്റെ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്തത ഉണ്ടായി. കസിൻ സിസ്റ്ററാണ് എൻ്റെ. അപ്പോൾ ഇത്തത വന്ന് ഈ ഓടിപ്പോയി അവിടെ തുറന്നു കൊടുക്കുകയാണ് വരാൻ വേണ്ടിയൊക്കെ. അതങ്ങനെയാണ്, ആരും ഒന്നാലും പോയി വാലൊക്കെ തുറന്നു കൊടുക്കും. അങ്ങനെ ഇത്തതയുടെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. മൂത്ത കുട്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ അവരൊക്കെ ആയിട്ട് കുറച്ചേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. അല്ലേ പിന്നെ നിനക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നോടി? എവിടെയാണ്? പിന്നെ വാവുസിന്റെ ഹൗസ് എവിടെയൊക്കെ? ഏത് മാമിയാടി? മാമിക്ക് പേരില്ലേ? പേരെന്താണ്? അതന്നെ എന്താണ്? പിന്നെ ഗായ്സ് ഇത് കണ്ട, ഇസു ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇസു ഇരിക്കൂല. ഇസുവിന് ഇങ്ങനെ ഓടി എടുക്കണം. അതെ വാങ്ങ പോരെ വാവുസേ, അവനെങ്ങനെ കൊണ്ടുവരി. പിന്നെ അതുമല്ല ആദ്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഷോക്കായിരുന്നു. ആദ്യം എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയതാണ്. അപ്പോൾ ഇസുവാണി അങ്ങോട്ടും കിടന്ന് ഓടണം. അപ്പോൾ വാവുസിനാണെങ്കിൽ പറ്റുള്ളൂ. അവർക്ക് കാലാണ് കല്ലൂത്തി കയറിയിട്ട് രക്ഷയില്ല. ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങളെ സമയത്ത്. അപ്പോഴാണ് താഴത്ത് വീട്ടിലെ കൊച്ചാപ്പാടെ പിള്ളേർ ആ വഴി പോയത്. പിന്നെ അവരൊക്കെ കണ്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്താ അതിലെ സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ? പുള്ളിയുടെ പേര് പറഞ്ഞു അതിനല്ലേ. ഗായ്സ് ദേ അവിടെ തകർപ്പനായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇസു ദേ ഒക്കെ പോവാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങൾ പോണ്ടാടിന്ന് ഗായ്സ് അവര് പോവുകയാണ്. ഗായ്സ് അവര് പോവുകയാണ്. അതിന്റെ അകത്ത് ഇങ്ങനെ ടി വി ആണായിരുന്നു. പോവാണ് ഗായ്സ്. ദേ കൈ കൊടുക്ക് പോലെ. അവളാണെങ്കിൽ വിളിച്ചിട്ടാണ് ഇവനെ എഴുന്നേക്കണമില്ല, ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണെങ്കിൽ അവനെ മൈൻഡും കൂടി ചെയ്യാണ്ട് വാവുസിന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് വാവുസാനെ ഇടിച്ചത്? വാവുസാണെങ്കിൽ ഇസു അടിച്ചതിൻ്റെ അതുകൊണ്ട് എന്നോട് ഓരോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ സമാധാനിപ്പിക്കുകയാണ്. കുഴപ്പമില്ല, അവനെ നമുക്ക് മാമാൻ്റെ അടുത്ത് പറയാട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അവളതൊക്കെ വിഷയം മാറ്റുകയാണ്. വാവുസാണെങ്കിൽ ഇസു അങ്ങനെ ചെയ്തുകൊണ്ട് തുറന്നതിന് പിടിക്കുന്നതിന് ഇസുവിൻ്റെ പുറകെ കിടന്ന് ഓരോന്ന് പറയുന്നത് വെള്ളം കളയണം, അവൻ അവിടെ ചെല്ലാം, അവൻ അടിക്കുന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ബ്രദറും അതും കൂടി വന്നത്. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് ഗായ്സ്. വേറൊന്നുമല്ല, അതും വാവുസും കുടിക്കാൻ ഭയങ്കര കളിയും കമ്പനിയൊക്കെയാണ്. എന്താണ് എപ്പോഴും അതും അന്വേഷിക്കും വാവുസിനെ. പിന്നെ ഇസുവിനെ അതിന് വേണ്ട കേട്ടോ. അത് പിന്നെ വാവുസിൻ്റെ പുറകെ ആയിരിക്കും, അങ്ങോട്ട് നടക്കലും പുറകെ പോലെ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെയൊക്കെ. എന്താണ് പറഞ്ഞോ? നിനക്ക് പറയാനൊന്നുമില്ല. പറഞ്ഞു കേട്ടാ.
ഗായ്സ് അപ്പൊ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാക്ക് പോയിട്ട് അത്യാവശ്യം എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മള് നേരെ ഇനി നമ്മുടെ വീട്ടിലേക്കാണ്. അല്ല ഇസു എന്താ കഴിക്കണേ? ചീറ്റോസാ എന്താണ്? ആദമിനൊന്നുമില്ലേടാ? അത് ഇസിനോടൊക്കെ മോനെ വേണ്ടതിന് എന്നിട്ട് വേണ്ട ഇപ്പഴും ഞാൻ മിഠായി ലൈസാ ഇപ്പഴും തിന്ന ലൈസ് ഇനി വേണ ഇനി എവിടെ ഇരിക്കണത്? ബിസ്ക്കറ്റ് അതേനി. അപ്പൊ നല്ല മഴക്കാറ് വെച്ചിട്ടുണ്ടോ മേളില്. ഞങ്ങളിപ്പോ വീട്ടിലേക്ക് പോണ വഴിയാണിത്. ഇന്ന് ഞായറാഴ്ചയൊക്കെ അതിന്റെ വലിയ തിരക്കെന്ന് തോന്നുന്നില്ല അല്ലേ മോനെ? റോഡിൽ വലിയ തിരക്കെന്ന് തോന്നുന്നില്ല. ഫുൾ ടൈം അല്ല, കുറച്ചു നേരം. അപ്പൊ നമ്മൾ ഏകദേശം വീടെത്തിയിട്ടുള്ള കുറച്ചും കൂടി അധികം ഉണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പോയണ വഴിക്ക് എന്താണ് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നോക്കിയിരിക്കുക. പക്ഷെ എങ്ങും കട കാണാം. നമ്മള് അവിടെ ഒരു കടയ്ക്ക് ഒരു ദിവസം വാങ്ങിച്ചാന്ന്. പക്ഷെ ആ കടയിൽ നിന്ന് ലോക്കാണ്, അവിടെ അടച്ചേക്കാണ്. ഇനി പോണ വഴിക്ക് നോക്കാം. എവിടെ ഉണ്ടായി പറഞ്ഞോട്ടെ ആദ്യമേ. നമ്മൾ അവിടെ നോക്കി നമ്മൾ പോണ വഴിക്ക് ബാക്കിലൊരു കട ഉണ്ടായി. അവിടെ നോക്കിയപ്പോൾ അവിടെ ഇല്ല, അവിടെ കട അടച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സൈഡ് ഉണ്ടാവുമെന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെ വഴിയിൽ ചെറുക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന രസമല്ലേ അല്ലേ? നിങ്ങളൊക്കെ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട, ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ എന്താണ്? പറഞ്ഞോന്നാ എന്തിനൊക്കെ പറയ് കേട്ടാ. ജ്യൂസ് ചിലപ്പോൾ അത് മറന്നേക്കാം. വേറെ എവിടെ എവിടെ കരിക്കുന്നാവോ? സോറി, കരിക്ക് ജ്യൂസ് വേണം. ഇന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കാനാണ്. ഇവിടെ എങ്ങും കാണില്ല മോനെ. എവിടെ ഉണ്ടെങ്കിൽ നിർത്തണേ. ഇവിടെ ഒന്നും കാണില്ല ഗൈസ്. അപ്പൊ വീട്ടിൽ പോണ വരെ നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ജ്യൂസ് അടിക്കാം. എന്തെങ്കിലും മാങ്ങ എന്തെങ്കിലും കൂടെ അടിക്കും. എന്ത് ജ്യൂസ് അടിക്കാം? ജ്യൂസ് ഇല്ലാത്താണോ? അങ്ങനെ നമുക്ക് ആ വഴി നേരെ പോകണ്ട. അതിൽ പോലെ നമുക്ക് ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് വഴിയുണ്ട് ഗൈസ്. അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾക്ക് എളുപ്പം വീട്ടിലേക്ക് പോകാൻ. ഇതൊരു മനോഹരമായ യാത്ര, വേറെ ഒന്നുമല്ല. ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങളൊക്കെ ആയിട്ടൊക്കെ എന്താ പറയുക. പിന്നെ അതുപോലെ നല്ല മഴക്കാർ ചെന്നിട്ട് അത് വേറെ കാര്യം കണ്ട. എനിക്കിഷ്ടമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും മരമൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൽ കൂടെ അങ്ങ് വണ്ടി പോകുമ്പോൾ. അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണ പോലെ. അങ്ങനെ മഴക്കാറ് വന്നിട്ടുണ്ടോ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഏത് നിമിഷവും മഴ പെയ്യും കേട്ടോ. കറുത്തും തന്നെ പറയാ. കണ്ടോ മഴ ഏത് നിമിഷം മഴ പെയ്യുക. അതാണ്ട് മഴ പെയ്തു തുടങ്ങി. ഇനി വീഡിയോ എത്തുമ്പോഴേക്കും മഴയാണെന്ന് തോന്നുന്നല്ലേ മോനെ? വീഡിയോ നല്ല മഴയായിരിക്കും. ഇനിയിപ്പോ ഞങ്ങൾ തിങ്ങോട് രാവിലെ പോന്നപ്പോ അവിടെ ചെറിയൊരു ബസ് പറഞ്ഞൊരു അല്ല എന്താണ് വലിയ ബസ് ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞല്ലേ? ബാംഗ്ലൂർ ബസ് പറഞ്ഞു. അങ്ങനെ കുറെ ബ്ലോക്കിൽ പോയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു നേരായി. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു തോന്നണം. അറിയില്ല എങ്ങനെയാന്ന്. എന്നാണ്ട് ഈ മഴയൊക്കെ നല്ലപോലെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പൊടിയുണ്ട് നല്ലപോലെ. സ്കൂള് വിട്ട് പോരുമ്പോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്താണ് മഴയൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടെ കോടയത്തൊക്കെ അടിപൊളിയാണ്. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. അങ്ങനെ ആദ്യം ഉറങ്ങി, ഇസു ഉറങ്ങിയിട്ട് അതിൻ്റെ കൂടെ രണ്ടെണ്ണം ഉറങ്ങിയിട്ടുണ്ട്. ഇനി അതാണ് ഇവർ രണ്ടും അനക്കവും ഇല്ലാത്ത. അല്ലെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചാടാൻ വേണ്ടിയുള്ള തിരക്കിലായിരിക്കും. ഒന്നുകിൽ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ തോന്നും ബാക്ക് സൈഡിൽ ഇരിക്കാൻ, ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ തോന്നും ഫ്രണ്ട് സൈഡിൽ ഇരിക്കാൻ. രണ്ടുപേരുടെ കാര്യം അങ്ങനെയാണ്. ഇപ്പം രണ്ടെണ്ണം ഉറങ്ങിയപ്പോൾ എന്താ പറയുക, വീട് ഉറങ്ങിയതുകൊണ്ട് രണ്ടെണ്ണം കാറ് സൈലൻ്റായി. വീട്ടിലെത്തിയപ്പോൾ ഒട്ടും മഴയില്ല കേട്ടോ. അതുകൊണ്ടോ ആകെ ഉണങ്ങിയ രീതിക്ക് കിടക്കണം. നമ്മൾ അപ്പുറമോളിൻ്റെ ആ സൈഡിൽ നല്ല മഴയായിരുന്നു. ഇപ്പോൾ കണ്ടേ ഒട്ടും മഴയില്ല. വൈറ്റിലേത് കണ്ടോ ഇവിടെ മഴയെ പെയ്തില്ല. റോഡൊക്കെ കണ്ടില്ലേ നല്ല എന്താ പറയുക വെയിൽ ട്രൈ ചെയ്ത് കിടക്കുന്നത് റോഡൊക്കെ. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുണ്ടന്നൂർ ബണ്ടിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നേരെ പെട്രോൾ അടിക്കാൻ പോകണം. പെട്രോളെല്ലാം അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഗായ്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.